ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ബോർഡ് മാസിൻ്റെ ഫസ്റ്റ് പാർട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഒരു പാർട്ട് കൂടെ പറയാനുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി പറയാനുള്ളൂ. ടൈപ്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി പറഞ്ഞ ടൈപ്പുകളിൽ വളരെ കുറച്ച് ടൈപ്പുകളേ ഉള്ളൂ. അപ്പോൾ ആ ടൈപ്പുകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ കുറച്ച്, അതായത് 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് 1-2 ടൈപ്പോടെ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും ഞാൻ ചെയ്യുന്നത് നോക്കി നിൽക്കരുത്. നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഇനി എൻ്റെ ഡയലോഗ് ഒന്നും കേൾക്കാൻ നിൽക്കേണ്ട, ഇവിടെ പോസ് ചെയ്യുക, വീഡിയോ പോസ് ചെയ്യുക, ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ആൻസർ തെറ്റോ ശരിയോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി. കാരണം ഓപ്ഷനിൽ ആൻസർ ഉണ്ട്. ഓക്കെ, ഓപ്ഷൻ ഉണ്ടല്ലോ, 3-4 ഓപ്ഷൻ ഉണ്ട് നമുക്ക്. അപ്പോൾ അത് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നുവെങ്കിൽ നിങ്ങൾ പിന്നെ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. ഇവിടെ പോസ് ചെയ്യുക, ദെൻ ചെയ്ത് നോക്കുക. കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾ ശരിയാണെന്ന് കോൺഫിഡൻ്റ് ആണെങ്കിൽ ഇപ്പോഴേ സ്കിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അടുത്ത പരിപാടിയിലേക്ക് പോവുക. ഇതാണ് പറയുന്നത്. ഓക്കെ, സോ ഇത് കഴിഞ്ഞിട്ട് അടുത്ത പാർട്ടോടെ ഒന്ന് കണ്ടിട്ട് പോകണം കേട്ടോ. ഇതൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് പാർട്ടോട് നമ്മൾ പറയാനുണ്ട്. അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അത്രമാത്രം ചെയ്യുക, നിങ്ങൾ അടുത്ത കാര്യം നോക്കി പോവുക. ഓക്കെ അല്ലേ? സോ നമുക്ക് ഒരുപാട് കഥ പറയാനില്ല, കഥയെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ്. സോ നമ്മൾ 2ാമത്തെ ദിവസമാണ്, നമ്മുടെ ബേസ് ലെവലിലുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന 2ാമത്തെ ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ബോർഡ് മാസിൻ്റെ 2ാമത്തെ പാർട്ട് വീഡിയോ. ഓക്കെ, തുടങ്ങാമല്ലോ നമുക്ക്. എന്താണ് ക്വസ്റ്റ്യൻ? ശരിയായ ചിഹ്നം നൽകുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ 42 ഒരു ഡാഷ് ഉണ്ട്. ഡാഷ് ഇട്ട സംശയമില്ല, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ ഡാഷ് ഇട്ട് അതൊരു കോളം വരച്ചിരിക്കുന്ന ഒരു കോളം വരച്ചു. 7-6 = 36 എന്നാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയോ 2 ചിഹ്നങ്ങൾ വയ്ക്കുമ്പോൾ ഇത് ശരിയാവും. അതായത് ഈ ഇക്വേഷൻ ശരിയാവും എന്നാണ് പറയുന്നത്. ഈ ഒരു വാചകം അങ്ങ് ശരിയാവും. അതായത് 42 ഇവിടെ ഒരു ചിഹ്നം, ഇവിടെ ഒരു ചിഹ്നം, ആ ഓർഡറാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ മെത്തേഡ് ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡാണ്. എന്താണ് ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് എന്ന് പറയുന്നത്? ഓപ്ഷനിൽ നിന്ന് പറക്കി വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് ശരിയാണെങ്കിൽ ചൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. തെറ്റാണെങ്കിൽ കളഞ്ഞിട്ട് അടുത്ത ഓപ്ഷൻ നോക്കുക. ഇതാണ് നമ്മുടെ പരിപാടി. ഓക്കെ അല്ലേ? സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, കുറച്ചൊക്കെ നമ്മൾ ഗെസ്സിങ് ആണ്, നമ്മൾ കുറച്ച് ഒരു സെൻസാണ്, കോമൺ സെൻസ് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ്, ലോജിക്കാണ്. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇൻറ്റും പ്ലസും ആണോ എന്ന് നോക്കാം. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും? ഇൻറ്റു കൊടുക്കും. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും? പ്ലസ് കൊടുക്കും. സോ ഇൻറ്റു പ്ലസും കൊടുക്കുകയാണ് നമ്മൾ. ശരിയാവും നോക്കിയേ. 42 × 7 എന്തായാലും ഒരു വലിയ സംഖ്യ ആയിരിക്കുമല്ലോ. 42 ഒരു വലിയ സംഖ്യ ആയിരിക്കും. +6, അപ്പോൾ ആ വലിയ സംഖ്യയോടൊപ്പം +6 അല്ലേ? ഇവിടെ ഇൻറ്റു, ഇവിടെ പ്ലസ്. നമ്മൾ സെൻസു ചെയ്യാനാണ്, എഴുതി നോക്കുന്നില്ല. അപ്പോൾ ഇൻറ്റു ചെയ്യും, ആദ്യം ഇൻറ്റു പ്ലസ് അല്ലേ? സോ 42 × 7 ഒരു വലിയ സംഖ്യ, +6 ഒരിക്കലും 36 കിട്ടില്ല. നമുക്കിതിനെ ധൈര്യപൂർവ്വം ഇതിനെയും കളയാം. ദെൻ അടുത്ത നമ്മൾ എടുക്കുകയാണ് ഹിറ്റ് ചെയ്യും. നമുക്ക് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് എടുക്കാം. എന്താണ്? ഡിവിഷനും ഇൻറ്റുവും. ഡിവിഷൻ കൊടുക്കുകയാണ്. ഒന്ന് നോക്കിയേ, 42 / 7, അതായത് 42/7 6 എന്ന് കിട്ടൂലേ? സോ ഇതിൻ്റെ ആൻസർ 6 എന്നല്ലേ? അടുത്ത ചിഹ്നം ഏതാ? ഇൻറ്റു അല്ലേ? ഒന്ന് കൊടുത്തു നോക്കി, ഡിവിഷനും ഇൻറ്റുവും. 42/7 6, 6 × 6 36. ശരിയല്ലേ? ആൻസർ ശരിയാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡിവിഷനും ഇൻറ്റു ആണ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ബോർഡ് മാസ് അനുസരിച്ച് ചെയ്ത് നോക്കാൻ പാടുള്ളൂ. നമ്മൾ എപ്പോഴും ബോർഡ് മാസിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ബോർഡ് മാസ് യൂസ് ചെയ്യും. അതല്ലാതെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഇടയിൽ ഇതുപോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബോർഡ് മാസം ചിന്തിക്കില്ല. നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഇവിടെ തിരിച്ചാണ് കിടന്നിരുന്നെങ്കിലേ, ഇങ്ങനെ കിടന്നിരുന്നെങ്കിൽ നമ്മൾ എന്തൊരിക്കും ചെയ്യുന്ന, നമ്മൾ ആദ്യം 42 × ചെയ്യാൻ ഒരു ടെൻഡൻസി നമുക്ക് വരും. കാര്യം ക്വസ്റ്റ്യനിൽ ബോർഡ് മാസ് ആണെന്നൊരു ഐഡിയ നമുക്കില്ല. ഇപ്പോഴും ഈ ടോപ്പിക്ക് പഠിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മനസ്സിൽ എന്ത് ബോർഡ് മാസ് ഒരു കോൺസെപ്റ്റ് കിടക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഷഫിൾ ചെയ്ത് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഒരു ഓപ്ഷൻ ഇൻറ്റും ഡിവിഷനോട് ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഇൻറ്റു ഡിവിഷൻ കൊടുത്തു, നമ്മൾ നോക്കും 42 × 7 ആദ്യം ചെയ്യാം, /6 ചെയ്യാം എന്നൊരു തോന്നൽ വരരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. സോ നമ്മുടെ ആൻസർ എന്താണ്? ഡിവിഷനും ഇൻറ്റു ആണ്. അപ്പോൾ എവിടെയും ഒന്നിൽ കൂടുതൽ ചിഹ്നങ്ങൾ വരികയാണെങ്കിൽ അവിടെ ബോർഡ് മാസ് യൂസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലങ്ങ് തറവാക്കി വയ്ക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റിലേക്ക് വരാം. ഇതല്ലേ സാധനം, നോക്കാം. 42-38-5. ഇവിടെ പ്രശ്നമുണ്ട്, ഇവിടെ ഒരു എന്തുണ്ട്, ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. സോ ഇതേ നമുക്ക് ആദ്യം ബ്രാക്കറ്റ് എന്നുള്ളത് ആദ്യം ചെയ്യാൻ പാടുള്ളൂ. ആൻസർ 16 വരിക. ഹിറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ പ്ലസും മൈനസും. പ്ലസ് കൊടുക്കുകയാണ്. 42 + 38, 40 30 70, 80 എന്ന് കിട്ടും. 80 - 5 കിട്ടില്ല, 16 അല്ലേ? കളയാം. മൈനസ് ഇൻറ്റു 42 - 38 4 എന്ന് കിട്ടും. 4 × 5 20 ആണ്, 16 കിട്ടില്ല. പ്ലസും ഡിവിഷനും 42 + 38 എന്ത് കിട്ടും? 80 കിട്ടും. 80/5 നോക്കി, സോറി, പ്ലസ് ഡിവൈഡ് ബൈ നോക്കി, 42 + 38 80 ആണ്. 80/5 16 ആണ്. സോ ഓപ്ഷൻ പ്ലസും ഡിവിഷനുമാണ് ആൻസർ. ശരിയല്ലേ? സിമ്പിളാണ്, പരിപാടിയൊക്കെ സിമ്പിളാണ്, പേടിക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാമെന്ന് പറയാം. ടഫാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു റാങ്ക് ഫയലും എന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. വേണ്ട. ദെൻ അടുത്തത് തിരിച്ചാണ്. ചിഹ്നങ്ങളുണ്ട്, പദങ്ങൾ നമ്മൾ കൊടുക്കണം. ഓക്കെ അല്ലേ? പദങ്ങൾ ക്രമത്തിൽ ശരിയായി എഴുതുക എന്നുള്ളതാണ്. ഓപ്ഷനുണ്ട് 3 5 7 5 3 7 5, അതായത് 3 5 7 3 5 7 5 കൊടുത്തു നോക്കുക, 10 കിട്ടുമെന്നൊന്ന് നോക്കാം. അല്ലെ, അങ്ങനെ 4 നമ്പർ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 4 നമ്പർ വരുന്ന 4 ഓപ്ഷൻ.
ആലോചിച്ച് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ലോജിക്ക് അങ്ങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കുറേ ഓപ്ഷനും കളയാൻ പറ്റും. നമുക്ക് നോക്കാം. ഈ സെൻട്രൽ പോർഷന് വരുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? ഡിവിഷൻ അല്ലേ വന്നിരിക്കുന്നത്. നോർമലി ആൻസർ ഒരു ഇൻറ്റീജറാണ്, ഒരു പൂർണ്ണസംഖ്യയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഫ്രാക്ഷൻ വരാനുള്ള പോസിബിലിറ്റി വളരെ ചുരുക്കമാണ്. വരുകയൊക്കെ ചെയ്യാമില്ലെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഭിന്നസംഖ്യ വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് ഇവിടെ ഭിന്നസംഖ്യ പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുമ്പോഴായിരിക്കും ഭിന്നസംഖ്യ വരിക. അതായത് ഇവിടെ ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പറുകൾ വരില്ല. അതായത് രണ്ടാമതും മൂന്നാമതും വരുന്ന നമ്പറുകൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആയിരിക്കും. ശരിയല്ലേ? നമുക്ക് നോക്കാം. ഇതിൽ അതായത് ഓർഡർ നോക്കി 1, 2, 3. അപ്പോൾ 2ലും 3ലും വരുന്ന നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണെന്ന് നോക്കിയാൽ മതി. അതിൽ ഏത് മാത്രം ഇവിടെ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. കാര്യം 5/7 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 7/5 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 5/5 ഡിവൈഡ് ചെയ്യാൻ പറ്റും 1 കിട്ടും, 5/7 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ 3 ഓപ്ഷനിലെ മിഡിലുള്ള 2 നമ്പറുകൾ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ കൊടുത്താൽ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആദ്യം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊടുത്തു നോക്കാം. ശരിയാവും നോക്കാം. 7, 5, 5, 3. ശരിയല്ലേ? ഇതൊക്കെയാണ് നമ്മൾ കുറച്ച് സമയം ലാഭിക്കാനുള്ള പരിപാടി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളെല്ലാം കൊടുത്ത് നോക്കേണ്ടി വരും. ശരിയല്ലേ? ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ എന്താ ഡിവിഷനിലേ ചെയ്യുക? 5/5 ഇത് കിട്ടും, 1 കിട്ടും. ശരിയല്ലേ? അപ്പോൾ എന്താവും? 7 × 1 + 3. 7 × 1 7, 7 + 3 10 കിട്ടി. ഓപ്ഷൻ ഇതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് ലോജിക്കുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രത്യേകത? നമുക്ക് അത് കുറച്ചുകൂടി ഈസി ആയിട്ട് കുറേ സമയം ലാഭിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ക്ലിയർ ആവണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാര്യം നിങ്ങളുടെ റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട്, റെക്കോർഡ് വീഡിയോ ആയതുകൊണ്ട് റെസ്പോൺസ് കിട്ടാത്തതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റില്ല. അവിടെ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ എന്താണ് ഈ പരിപാടി? അടുത്തൊരു ക്വസ്റ്റ്യൻ. a × a/8 × a/27 = 1. ഒരുപാട് രീതികളിൽ ചെയ്യാം. നമുക്ക് നോക്കാം. ഒത്തിരി മെത്തേഡ് ഉണ്ട് കേട്ടോ. a നമ്മുടെ ഒരു മൈൻഡ് അനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു 1. ഓക്കെ അല്ലേ? ശരി, നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ഇന്നലെയും ഞാൻ കഴിഞ്ഞൊരു ക്ലാസ് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞ കേസാണ്. എന്താണ്? നമുക്ക് ഒരിക്കലും മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു വരുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യില്ല. മനസ്സിൽ ഉറപ്പിച്ച് പഠിക്കണം. എപ്പോഴും മാത്രമേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. എല്ലാ വീഡിയോയിലും പറയുന്നത് നിങ്ങൾ വീണ്ടും ആ സാധനം നിങ്ങൾ റീപ്ലേസ്, ഒരുപക്ഷെ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ റീപ്ലേസ് ഈ സാധനം കുത്തിക്കയറ്റാൻ വേണ്ടിയാണ് എപ്പോഴും ഞാൻ പറയും. മീൻസ് മിഡിലിൽ പ്ലസും മൈനസും വരുമ്പോൾ മാത്രമേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? ഇവിടെ ഇൻറ്റു ആണ്. ഇൻറ്റു ആണെങ്കിൽ എങ്ങനെ ചെയ്യുന്ന? ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. a × a. സോ മുകളിലെല്ലാം മൾട്ടിപ്ലൈ a³ എന്ന് കിട്ടും. ഇതൊരു മെത്തേഡാണ് കേട്ടോ. താഴെ നിങ്ങൾ മൾട്ടിപ്പിൾ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. അതിന് റീസൺ ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അത് മൾട്ടിപ്പിൾ ചെയ്യാതിരുന്ന കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. 1 × 8 × 27. 8 × 27 നമുക്ക് എഴുതാം. ഇല്ലെങ്കിൽ വലിയൊരു നമ്പർ വരും. കാര്യം ഞാൻ പറഞ്ഞുതരാം. നോക്കി, ദാറ്റ്സ് ഈക്വൽ നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോകും. a³ ഈ ഡിവൈഡ് ചെയ്തേക്കുന്ന സാധനം നമുക്ക് അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകും. ഇതൊക്കെ കുറേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ നമുക്കൊരു ഐഡിയ വരുള്ളൂ കേട്ടോ. അത് എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യില്ല എന്നുള്ളത്. നമ്മൾ കയറിയും ഗുണിച്ചളയും ചിലപ്പോൾ നമ്മൾ. ശരിയല്ലേ? അപ്പോൾ ഒരു വലിയ നമ്പർ വരും. അതാണ് പ്രത്യേകത. അപ്പോൾ എങ്ങനെ ഇത് 8 × 27 വന്നത്? ഇവിടെ 8 × 27 താഴെയുണ്ട്, ഹരിച്ചിരിക്കുകയാണ്. ഞാൻ പൊക്കി അങ്ങ് സമത്തിനപ്പുറം കൊണ്ടുപോവാണ്. സമത്തിനപ്പുറം പോകുമ്പോൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യുന്ന സാധനം ഗുണിക്കും. അപ്പോൾ 1 × 8 × 27, അത് 8 × 27 കിട്ടും. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഗുണിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പറയാണ്. അപ്പോൾ ഇവിടെ a³ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 നമ്പറിനെ കൂടെ ക്യൂബിൻ്റെ ഫോമിലാക്കാം. 8 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ക്യൂബാ? 2ൻ്റെ ക്യൂബ്. 27 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ക്യൂബാ? 3ൻ്റെ ക്യൂബ്. ശരിയല്ലേ? സിമ്പിളല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. സോ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് a³ = 2ൻ്റെയും പവർ ഒരുപോലെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. 2 × 3 ദ ഹോൾ ക്യൂബ്. കാര്യം 2ന് ഒരേ പവറാണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ എങ്ങനെ കിട്ടും? a³ = 2 × 3 എത്ര? 6ൻ്റെ ക്യൂബ്. ഇനി നമുക്ക് പറയാം, മുകളിൽ പവറുകൾ തുല്യമാണെങ്കിൽ ബേസുകൾ തുല്യമായിരിക്കും. മുകളിൽ പവർ തുല്യമല്ലേ? കൃതി തുല്യമല്ലേ? അങ്ങനെയാണെങ്കിൽ a = എന്തായിരിക്കും? a = 6 ആയിരിക്കും. ഇങ്ങനെ ഒരു മെത്തേഡുണ്ട്. ഇതൊരു മെത്തേഡാണ്. ഇനി രണ്ടാമത്തെ ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. എല്ലാം കൂടെ നമുക്ക് പറയാം. ഇത് കൺഫ്യൂസിങ് ആണെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണ്? നമ്മളിത് ഗുണിക്കുന്നില്ല. 8 × 27 അപ്പുറത്ത് കൊണ്ടുപോകണം. ഇവിടെ എങ്ങനെ തന്നെ എഴുതുന്നു? a × a എന്ന് തന്നെ എഴുതാണ്. അതായത് ഗുണിക്കുന്നില്ല. അപ്പുറത്ത് എന്ത് എഴുതുന്നു? 8 × 27. ഓക്കെ, പ്രശ്നമില്ലല്ലോ. വിഷയം പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, നമുക്ക് അപ്പുറത്ത് മാറ്റണമെങ്കിൽ പിന്നീട് മാറ്റാം. 8 നമ്മളെങ്ങനെ എഴുതുന്നത്? 2 × 2 എന്ന് എഴുതി കൂടെ 8. 27 എങ്ങനെ? 3 × 3 × 3. ശരിയല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊന്ന് പെയർ ചെയ്യാം. 2 3 ഗുണിച്ച് എങ്ങനെ എഴുതാണ് ഞാൻ? 6. ഈ 2ഉം ഈ 3 എടുത്ത് എഴുതാണ് ഞാൻ? 6. ഈ 2ഉം ഈ 3 എടുത്ത് എഴുതാണ്? 6. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആരുണ്ട്? a × a. നോക്കിയേ, 2 സൈഡ് ഒരുപോലെ അല്ലേ? നോക്കിയേ, a 6 6 6. അപ്പോൾ എയുടെ വില എത്രയായിരിക്കും? a = 6. ഇങ്ങനെയും പറയാം. ഇതും ഒരു മെത്തേഡാണ്. ഓക്കെ അല്ലേ? ഇനി അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ എന്ത് ചെയ്യണം? ഇവിടെ ഇതുവരെ കിട്ടിയതിന് ശേഷം നമ്മളങ്ങ് ഗുണിക്കുകയാണെന്ന് വിചാരിക്കുക. a³ = 8 × 27 ഗുണിക്കുകയാണ് 216 എന്ന് കിട്ടും. അല്ലേ? 8 56, 8 2 16,
5 216 എന്നാണ് കിട്ടുക. എ ക്യൂബ് ഈക്വൽ 216. ഇനി എന്ത് ചെയ്യണം? എ ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 216 എന്നാണ്. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ എഴുതാൻ കൺഫ്യൂസിങ് ആണെങ്കിൽ, അതായത് ക്യൂബ് അപ്പുറത്ത് പോകുമ്പോൾ ക്യൂബ് റൂട്ട് ആവും, സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ, അതായത് ഇപ്പോൾ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 36 എന്നാണെങ്കിൽ എ എത്ര കിട്ടുക? റൂട്ട് 36 എന്നാണ്, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 36 എന്നാണ്. അതുപോലെ ക്യൂബാണ് അപ്പുറത്ത് പോകുന്നതെങ്കിൽ അത് ക്യൂബ് റൂട്ട് ഓഫ് 36 എന്ന് മാറും. അപ്പോൾ അത് നമുക്ക് 216 നമ്മൾ എങ്ങനെ ചെയ്യാം? നമ്മൾ ക്യൂബ് റൂട്ട് ഓഫ് 216 എന്ന് മാറും. നമ്മൾ നോക്കണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ കിടക്കട്ടെ, ഐ ക്യൂബ് കിടക്കട്ടെ. നമുക്ക് 216 ഘടകക്രിയ 2 അല്ലേ? നോക്കി 216 ഘടകക്രിയുമ്പോൾ എന്ത് വരും? ഈ 21 ഘടകക്രിയ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 2 കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 21 10 പ്രാവശ്യം പോകും അല്ലേ? 14 8 2 16. വീണ്ടും നമ്മൾ 2 ചെയ്യാണ് 54. വീണ്ടും നമ്മൾ 2 ചെയ്യാണ് 27. പിന്നെ നമ്മൾ എങ്ങനെ ചെയ്യാണ്? 3 9 3 3 അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമുക്ക് 216 ഘടകക്രിയുമ്പോൾ എന്ത് വരും? നോക്കിയാൽ 2 × 2 × 2 അതിന് 2 എടുക്കും. ക്യൂബ് ആയതുകൊണ്ടാണ്, ക്യൂബ് ആയതുകൊണ്ട് ഒരെണ്ണം എടുക്കുള്ളൂ. then ഇവിടെ നിന്ന് നോക്കി 3 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുക്കും. സോ 2 3 കണ്ടോ? ദാറ്റ്സ് ഈക്വൽ ടു, സോറി, ഇത് എ ഈസ് ഈക്വൽ ടു 2 × 3 6 എന്ന് കിട്ടും. കണ്ടോ? ഇതാണ് പരിപാടി. അതായത് ഇത്രേ ഉള്ളൂ. എ ക്യൂബ് ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 216 എന്ന് വരും. എങ്ങനെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഘടകക്രിയ ചെയ്യുക. സ്ക്വയർ റൂട്ട് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 എണ്ണം വെച്ചിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുക്കും. ക്ലിയർ ആയെന്ന് എനിക്കറിയില്ല. ക്യൂബ് റൂട്ട് ആയതുകൊണ്ട്, ഈ ക്യൂബ് അപ്പുറത്ത് പോയി ക്യൂബ് റൂട്ട് ആയതുകൊണ്ട് 3 2കളിൽ നിന്നും ഒരു 2, 3 3കളിൽ നിന്നും ഒരു 3. സോ അപ്പോൾ എത്ര വരും? ഒരു 2ഉം ഒരു 3ഉം എടുക്കും. ദാറ്റ് ഈസ് 6. അപ്പോഴും നമുക്ക് എന്തെങ്കിലും കിട്ടി? 6 എന്ന് കിട്ടി. നിങ്ങൾക്ക് ഇതൊരു കൺഫ്യൂസിങ് ആണ് എങ്കിൽ നിങ്ങളൊന്ന് സൂചിപ്പിക്കുക, നമുക്ക് പറയാം. എപ്പോഴും നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് ഒരു വീഡിയോയുടെ ഇടയിൽ കൂടി ഞാൻ സൂചിപ്പിച്ചിട്ട് പോവാം കേട്ടോ. കാര്യം ഇത്രയേ ഉള്ളൂ. ഈ സ്ക്വയർ റൂട്ട് അപ്പുറത്ത് പോകുമ്പോൾ, എ സ്ക്വയർ എന്ന് പറയുന്നത് അപ്പുറത്ത് പോകുമ്പോൾ എന്തായിട്ട് മാറും? എ ഈസ് ഈക്വൽ ടു എന്തായിട്ട്? റൂട്ട് ഓഫ് 36, സ്ക്വയർ റൂട്ട് ഓഫ് 36. ഇനി എ ക്യൂബ് ഈസ് ഈക്വൽ ടു 216 ആണെങ്കിൽ ഇത് അപ്പുറത്ത് പോകുമ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 216. ഓക്കെ അല്ലേ? ഇനി എ റൈസ് ടു 4 ആണ് അപ്പുറത്ത് പോകുന്നതെങ്കിൽ എ ഈസ് ഈക്വൽ ടു 4th റൂട്ട് ഓഫ് 200. ഇങ്ങനെയാണ് മാറുന്നത്. അപ്പോൾ ഘടകക്രിയ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെയാണെങ്കിൽ 2 എണ്ണം വെച്ച് പെയർ ചെയ്യും, ഇവിടെയാണെങ്കിൽ 3 എണ്ണം വെച്ച് പെയർ ചെയ്യും, ഇവിടെയാണെങ്കിൽ 4 എണ്ണം വെച്ച് പെയർ ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിവിടെ 3 എണ്ണം പെയർ ചെയ്തിട്ട് അതിൽ നിന്ന് 3 എണ്ണം ഗ്രൂപ്പ് ചെയ്തിട്ട്, സോറി പെയർ എന്ന് പറയാൻ പാടില്ല, 3 എണ്ണം ഗ്രൂപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് അത്രയും ക്വസ്റ്റ്യൻസ്. നമുക്കിനി അടുത്ത മോഡൽ നോക്കാം. അപ്പോൾ നോക്കി വെച്ചോളുക. നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ ശരിയായെന്നുള്ള പറയാം കേട്ടോ, കംപ്ലീറ്റ് അവസാനം ചെയ്തതിന് ശേഷം. സോ ലാസ്റ്റ് 4 ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ പറയുന്നത്. ഇതിൽ നിങ്ങൾ നോക്കുക, നമ്മൾ പറഞ്ഞതുപോലെ പോസ് ചെയ്ത് വയ്ക്കുക ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കാര്യം കൂടെ കേട്ടിട്ട് വേണം പോസ് ചെയ്ത് വയ്ക്കാൻ കേട്ടോ. നമ്മൾ ബോർഡ് മാസ് കഴിയാണ്. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിനകത്ത് നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ന് നാളെ നമ്മൾ രാവിലെ ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന് നൈറ്റ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കൊള്ളുക. നിങ്ങൾക്ക് ഇതെല്ലാം പഠിച്ചതിന് ശേഷം സ്വന്തമായിട്ട് കംപ്ലീറ്റ് ക്വസ്റ്റ്യനും എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആൻസർ കൂടി ഞാൻ അതിനകത്ത് ഷെയർ ചെയ്തിരിക്കാം. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ആ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ആയിരിക്കണം നിങ്ങൾ ചെയ്ത് സെറ്റായി വരേണ്ട കാര്യം. നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് വരാം. അപ്പോൾ അതൊന്ന് ഓർത്തോളുക. അപ്പോൾ നിങ്ങൾ ടെലഗ്രാം ചാനലിൽ വന്ന് വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമാണ് എങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പറയാം നമുക്ക് ബാക്കി. അപ്പോൾ ഇതെന്താ പ്രത്യേകത? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള സാധനമാണ്. പ്ലസ് എന്ന് പറയുന്നത് ഡിവിഷനെയും മൈനസ് എന്ന് പറയുന്നത് ഇൻറ്റുവിനെയും, ഡിവിഷൻ എന്ന് പറയുന്നത് പ്ലസിനെയും പ്ലസ് എന്ന് പറയുന്നത് മൈനസിനെയും ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ എന്നുള്ളതാണ്. ഒന്നുമില്ല, ക്വസ്റ്റ്യൻ നോക്കി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ആ സംഖ്യകൾ മാത്രം എഴുതി വയ്ക്കാം. 2 8 16 ബ്രാക്കറ്റ് കൊടുക്കുന്നു, വെളിയിൽ 8 2 അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് മൈനസ് അല്ലേ? മൈനസിൻ്റെ പകരം ആരാ? മൈനസിൻ്റെ പകരം ഇൻറ്റു ആണ്. സോ അങ്ങ് ഇൻറ്റു കൊടുക്കാം. ഇനി അടുത്ത ഡിവിഷനാണ്. ഡിവിഷന് പകരം ആരാ? പ്ലസ് ആണ്. പ്ലസ് കൊടുക്കാം. അങ്ങനെ ചെയ്ത് പോയാൽ പെട്ടെന്ന് നമുക്ക് കഴിയും കേട്ടോ. ഇനി ഇൻറ്റു, ഇവിടെ ഇൻറ്റു അല്ലേ? ഇൻറ്റുവിന് പകരം ആരാ? ഡിവിഷനാണ് അല്ലേ? ഇനി അടുത്ത ആരാ? മൈനസ് ആണ്. മൈനസിന് പകരം ആരാ? ഇൻറ്റു ആണ് അല്ലേ? അത്രയല്ലേ ഉള്ളൂ. സോ എങ്ങും മൈനസിൻ്റെ സൈൻ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണെന്ന് അറിയില്ല, നമുക്ക് ചെയ്ത് നോക്കാം. മൈനസിൻ്റെ സൈൻ എങ്ങും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ആദ്യം ചെയ്യുക എന്നുള്ളത്. അതിനകത്ത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ 2 ക്രിയകൾ ഉണ്ടായിരിക്കുകയാണ്, ഇൻറ്റും പ്ലസ്. ഇതൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചതാണ് കഴിഞ്ഞ ദിവസം. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 2 × 8 16 ആണ്. 16 + 16 32 ആണ്. സോ ഇതെല്ലാം കൂടി ചേർന്ന് 32 ആയില്ലേ? അപ്പോൾ 32 എല്ലാം കൂടി ചേർന്ന് ആയി എങ്കിൽ ബാക്കി നമുക്ക് എളുപ്പമല്ലേ? കാര്യം 32/8 ആണ് ചെയ്യേണ്ട. അടുത്തത് 32/8 എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ? 4 × 32. അപ്പോൾ ഇത്രയും ഭാഗം എന്തായിട്ട് മാറും? മൊത്തത്തിൽ 4 ആയിട്ട് മാറും അല്ലേ? 4 × 2 എത്രയായിട്ട് മാറും? 8 ആയിട്ട് മാറുന്നത്. സിമ്പിളായിട്ട് ആൻസർ കിട്ടി. ബോർഡ് മാസ് നമ്മൾ ഏത് വന്നാലും ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആവണം അല്ലേ? അപ്പോൾ നോക്കി, അത് കഴിഞ്ഞു. നമുക്ക് അടുത്തിലേക്ക് വരാം. എന്താണ്? പി എന്ന് പറയുന്നത് ഡിവിഷനെ, ആർ എന്ന് പറയുന്നത് പ്ലസിനെ, ടി എന്ന് പറയുന്നത് മൈനസിനെ, വി എന്ന് പറയുന്നത് ഇൻറ്റുവിനെ ഡിനോട്ട് ചെയ്യുന്നുവെങ്കിൽ എന്താണ്? നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? നമ്മൾ ഈ സാധനം എഴുതും. 12 4 16 then 8
ദെൻ 6. ഞാൻ ചെയ്യുന്നില്ല, ഞാൻ എപ്പോഴും പറഞ്ഞാൽ ഞാൻ ചെയ്തിരുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് പറയണം കേട്ടോ. തെറ്റാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന് എന്നെ സൂചിപ്പിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞാനത് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കും, എനിക്കും തെറ്റ് പറ്റാം എന്നാണ് ഞാൻ പറയുന്നത്. നോക്കി, ബി എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? ബി എന്ന് പറഞ്ഞാൽ ഇൻറ്റുവിന് ഈക്വൽ ആണ്. സോ നമുക്ക് ആ ബിയുടെ സ്ഥാനത്ത് ഇൻറ്റു കൊടുക്കാം. ദെൻ 4 കഴിഞ്ഞാൽ ആരാണ്? 6ആണ്. 6ന് പകരം പ്ലസ് കൊടുക്കാം. ദെൻ 16 കഴിഞ്ഞാൽ പി ആണ്, പിക്ക് വരുമ്പോൾ ഡിവിഷൻ കൊടുക്കാം. 8 കഴിഞ്ഞാൽ ആരാണ്? ടി ആണ്, ടിക്ക് നമുക്ക് മൈനസ് കൊടുക്കാം. ഓക്കെ അല്ലേ? ഡിവിഷൻ ആദ്യം ചെയ്യാം. ഇതാ നടക്കുന്നത് ഡിവിഷൻ. ആര്? 12/8 2 ആന്ന്. സോ 16/8 2ആണ്, 2 കിട്ടി. ഇനി എന്താ പരിപാടി? ഇൻറ്റു ചെയ്യാന്നാണ്. 12 × 4 48 അല്ലേ? അപ്പോൾ നോക്കിയേ, ഇതെല്ലാം പോയിട്ട് ഇത് 48ആയി, ഇത് 2ആയി. ഇനി പ്ലസ് മൈനസും അല്ലേ? 48 + 2 50. 50 - 6 44 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 44 ഉണ്ടോ നോക്കിയേ? ഉണ്ട് അല്ലേ? അപ്പോൾ അതും നമുക്ക് കിട്ടി. ഇനി സെയിം പാറ്റേൺ, ലാസ്റ്റ് മാത്രമേ ചെറിയൊരു മാറ്റമുള്ളൂ. ദെൻ നോക്കിയേ, എന്താണ് ഹാഷ് എന്ന് പറഞ്ഞ ഇൻറ്റുവിനെ സംതിങ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം നമ്പേഴ്സ് എടുത്ത് എഴുതാം. 6 ഉണ്ട്, ദെൻ 13 ഉണ്ട്, ദെൻ 45 ഉണ്ട്, ദെൻ 3 ഉണ്ട്, ദെൻ 7 ഉണ്ട്, ദെൻ 12 ഉണ്ട്. ഓക്കെ അല്ലേ? ഫസ്റ്റ് ഹാഷ് ആണ്. ഹാഷ് എന്തിനാണ്? ഇൻറ്റുവിനെയാണ് അല്ലേ? ദെൻ ഈ ഒരു സൈനാണ് അല്ലേ? അപ്പോൾ ഈ സൈൻ എന്തിനാണ്? പ്ലസിനെയാണ്. ദെൻ അടുത്ത് പറഞ്ഞേ, അടുത്ത ഏതാണ്? അറ്റാണ്. അറ്റ് എന്താണ്? അറ്റ് 3 ആണ്. സോറി, അറ്റെന്ന് പറയുന്നത് എന്താണ്? അറ്റ് ഡിവിഷൻ ആണല്ലേ? സോറി, അറ്റ് ഡിവിഷനാണ്. ഇതിന് അടുത്ത് എന്താണ്? ദെൻ വി ഫോമാണ്. സോ എന്താണ് സാധനം? എന്തിന് ഈക്വൽ? മൈനസിന് ഈക്വൽ ആണ്. ഇതിന് അടുത്ത സിമ്പിൾ ഏതാണ്? അടുത്ത ഹാഷ് ആണ്. വീണ്ടും ഹാഷ് ഇൻറ്റുവിന് ഈക്വൽ ആണ്. ശരിയല്ലേ? ഇനി നമുക്ക് നോക്കാം. ഡിവിഷൻ ആദ്യം ചെയ്യാവുന്നതാണ്. 45/3 15ആണ്. അടുത്ത എന്താ ചെയ്യുക? 6 × 13 ചെയ്യേണ്ടത്. 6 × 13 ചെയ്യുമ്പോൾ എന്ത് വരും? 3 6 18. ദെൻ 1 6 6 1 7. ശരിയല്ലേ? സോറി, 18 അല്ലയോ? 3 6 18 1 6 1 7 ശരിയാണെന്ന് തോന്നുന്നു. 78. എനിവേ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. 7 × 12 അല്ലേ? ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഓക്കെ, അല്ലെങ്കിൽ 7 × 14. സോറി, 7 × 14 7 8 14 അല്ലേ? എങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് കൂട്ടിയെടുക്കുക അല്ലേ? 78 + 15 എന്ന് പറയുന്നത് 93 ആണ്. 93 നിന്ന് 84 കുറയ്ക്കണം. 93 - 84 എന്ന് പറയുന്നത് നമുക്ക് 9 എന്ന് ആൻസർ കിട്ടും. സോ ആൻസർ ഈസ് 9. എൻ്റെ കാൽക്കുലേഷൻ നോക്കിക്കൊള്ളണം കേട്ടോ. ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വിടുകയാണ്. അപ്പോൾ എനിക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പറയണം കേട്ടോ. അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. എന്താണ് ഇവിടെ ഇതിൽ ശരിയായത് എന്നാണ് ചോദ്യം. കുറേ സിമ്പിൾസ് തന്നിട്ടുണ്ട്, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾസിന് പകരമുള്ള സൈനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇതെല്ലാം ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. ഇത് നമ്മൾ ഈ ഓപ്ഷൻസിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഒരു പ്രത്യേകത വരും. ഈ ആൽഫയ്ക്ക് ശേഷം വന്നിരിക്കുന്ന സാധനങ്ങൾക്ക് മാത്രമാണ് എന്തുള്ളത്? വ്യത്യാസമുള്ളത്. ബാക്കി എല്ലാം സെയിം ആണ്. 4 1 9 3 4 4 1 അല്ലെങ്കിൽ 4 1 9 3 4 4 1 9 3 4 4 1 9 3 4. ഈ സിമ്പിൾസും സെയിം ആണ്. ഇതിന് ശേഷം വരുന്നത് ഇവിടെ മാത്രമാണ് മാറ്റമുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് ആദ്യം ആ ഒരെണ്ണം മാത്രം നമുക്കിതാ ഈ ഇവിടം വരെ ഒന്ന് എടുക്കാം. ഈ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ = ആണല്ലേ? നമുക്ക് ഈ ആൽഫയ്ക്ക് മുമ്പ് വരുന്ന സാധനം എടുക്കാം. ഏതാണ്? 4, ദെൻ എന്താണ്? 1, ദെൻ അടുത്തത് 9, ദെൻ 3, ദെൻ 4 അല്ലേ? ആൽഫ മീൻസ് ഈക്വൽ ആണ്. ആൽഫ മീൻസ് ഈക്വൽ ടു എത്ര കിട്ടണമെന്നാണ്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇതിൻ്റെ കറക്റ്റ് സിമ്പിൾസ് ഒന്ന് കൊടുക്കാം. എന്താ ഇത്? ഈ സിമ്പിൾ ഏതാ? ഈ സിമ്പിൾ നമ്മുടെ കയ്യിലുണ്ടോ? ഈ സിമ്പിൾ 2 കൊടുത്തിരിക്കുന്നത് അല്ലയോ? ഓക്കെ, ഞാൻ നോക്കിയാൽ 4 ഗ്രേറ്റർ, ഇത് ഗ്രേറ്റർ ആണ്. അവർ എഴുതിക്കുന്ന ക്വസ്റ്റിനകത്തുള്ള മിസ്റ്റേക്ക്. ഞാൻ എടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എഴുതിയ മിസ്റ്റേക്ക് അല്ല, അവർ തന്നിരുന്ന ക്വസ്റ്റ്യൻ ഞാൻ അതുപോലെ മാർക്ക് ചെയ്തത് ഓർമ്മിച്ചില്ല ചെയ്തപ്പോൾ. അതാണ് ആ മിസ്റ്റേക്ക്. ഇത് തിരിച്ചാണ് കേട്ടോ. ഓക്കെ, ഞാനത് ഇപ്പോഴാണ് ക്ലിയർ ചെയ്ത്, ഇപ്പോൾ നോക്കിയാണ് ക്ലിയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ സോ ഇത് ഗ്രേറ്റർ ആണ്. അപ്പോൾ ഗ്രേറ്റർ ആണ് ഇൻറ്റു ആണ് കേട്ടോ. അപ്പോൾ ഗ്രേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റു. സോ ഇവിടെ ഗ്രേറ്റർ അല്ലേ കിടക്കുന്നത്. അപ്പോൾ അതെന്താണ്? അത് ഇൻറ്റു ആണെന്ന് കൊടുക്കുക. അതിന് പകരം നമുക്ക് ഇൻറ്റു കൊടുക്കാം. ഇതിന് 1 കഴിഞ്ഞിട്ട് ആരാ? 1 കഴിഞ്ഞിട്ട് ഇതാണ് ഈ സിമ്പിൾ അല്ലേ? നോട്ട് ഈക്വൽ ടു ആണ് കേട്ടോ. അത് നോട്ട് ഈക്വൽ ടു മൈനസ് അല്ലേ? ഇതിനടുത്ത് നോക്കി, ഹാഷ് ആണ് 9 ശേഷം. ഹാഷ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡിവിഷനാണ്. ശരിയല്ലേ? ഇനി അടുത്ത എന്താണ്? ഇത് ലെസ് ദാൻ ആണ്. ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. ഓക്കെ അല്ലേ? ഇനി ആൽഫ മീൻസ് ഈക്വൽ ടു ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ആണ്. ഇത് ഈക്വൽ ടു എത്ര എന്നാണ് ചോദ്യം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? ഡിവിഷൻ നമ്മൾ ആദ്യം ചെയ്യും അല്ലേ? സോ 9/3 3 കിട്ടും. അത് നമ്മൾ ഇൻറ്റു ചെയ്യും. 4 × 1 4 കിട്ടും. അപ്പോൾ 4 ബാക്കി -3 + 4 അല്ലേ? 4 4 വെട്ടാനും തോന്നരുത്. 4 + 4 ആണ്. ഇതാണ് സൈൻ. നമുക്ക് ഒരുപാട് പേര് വരുന്ന മിസ്റ്റേക്കാണ് കേട്ടോ. നമ്മൾ ഈ 4 4 കാണുമ്പോൾ ഈ മൈനസ് കൂടെ കാണുമ്പോൾ 4 - 4 ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ആർക്കെങ്കിലും അങ്ങനെയൊക്കെ തോന്നാറുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. നമുക്ക് അറിയാമല്ലോ. ഇനി നമ്മൾ ചെയ്യരുത്. അതാണ് നമ്മുടെ പരിപാടി. ഓക്കെ, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. സോ നമുക്ക് നോക്കിയാൽ 4 ൽ നിന്ന് 3 കുറയ്ക്കാം. ഞാൻ എന്തിനാ പറഞ്ഞു? ബോർഡ് മാസിനകത്ത് പ്ലസും മൈനസും മാത്രമേ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും ചെയ്യാം. സോ 4 - 3 എത്രയാണ്? 1 അല്ലേ? 1 + 4 5. സോ ആൻസർ എത്രയാണ്? 5 എന്നല്ലേ? അപ്പോൾ അതായത് ഈക്വൽ ടു മീൻസ് ആൽഫ എന്നല്ലേ? സോ ആൽഫ 5 എന്ന് കിട്ടുന്നതാണ് ആൻസർ. ശരിയല്ലേ? ആൽഫ 5 എവിടെയാണ്? അത് അവസാനത്തെ ഓപ്ഷനാണ് ആൽഫ 5. ബാക്കിയെല്ലാം കിട്ടത്തില്ല. സോ ഇതാണ് ആൻസർ ഡി.
ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ബോർഡ് മാസ് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, വർക്കൗട്ട് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പിലോ ടെലഗ്രാമിലോ ഒന്ന് ഷെയർ ചെയ്യുക. സമയം പോലെ ചിലപ്പോൾ നിങ്ങൾ അയക്കുന്ന മെസ്സേജ് ഞാൻ കാണണം എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഡൗട്ടുകൾ എനിക്ക് മാക്സിമം നിങ്ങൾ അയക്കരുത്, ഗ്രൂപ്പിൽ തന്നെ ചർച്ച ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറയുന്നത്. കാര്യം എനിക്ക് അയച്ചാൽ ഞാനത് എപ്പോഴും ചെക്ക് ചെയ്യണുണ്ട്, സമയക്കുറവുകൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അതിനൊരു സോറി പറയട്ടെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്യുക, ഡിസ്കസ് ചെയ്ത് അത് ക്ലിയർ ചെയ്യുക. ദെൻ അത്രയും പറ്റുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ പറയുക എന്നോട്, ഞാൻ എപ്പോഴും സമയം പോലെ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് എന്താണ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്ത് തരിക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നമ്മൾ അടുത്ത ടോപ്പിക്കാണ് പഠിക്കുക. കുറച്ച് ടോപ്പിക്ക് അതിന് ശേഷം നമ്മൾ പറഞ്ഞ പോലെ പറ്റുമെങ്കിൽ നമുക്ക് ലൈവൊക്കെ വെക്കാം. ദെൻ ലൈവിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം. ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ കട്ടക്ക് നിന്നാൽ ഞാനും കട്ടക്ക് നിൽക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഡേ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.